2024 ജൂലൈ 29 400-ലധികം മരണങ്ങൾക്ക് കാരണമായ ഉരുൾപൊട്ടൽ വയനാട്ടിൽ സംഭവിച്ചു. 2018 മഹാപ്രളയത്തിന് ശേഷമുള്ള കേരളത്തിലെ ഏറ്റവും മോശം ദുരന്തമാണിതെന്ന് നമുക്കറിയാം. കാലാവസ്ഥാ വ്യതിയാനം എന്തുമാത്രം ഭീകരമാണെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2015 മുതൽ 2022 വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ലാൻഡ്സ്ലൈഡ്സിൻ്റെ കണക്കെടുത്താൽ കേരളത്തിൽ നിന്നും മാത്രം 59.2% ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആകെ നടന്നിട്ടുള്ള 3782 ലാൻഡ്സ്ലൈഡ്സിൽ 2239 നടന്നിരിക്കുന്നത് കേരളത്തിലാണ്. എന്താണ് ലാൻഡ്സ്ലൈഡ്? എങ്ങനെയെല്ലാം ഇത് സംഭവിക്കുന്നു? വൈ വയനാട്? ഇനിയും ഇത് സംഭവിക്കുമോ? ജിയോളജി ആൻഡ് എൻവയൺമെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഈ ദുരന്തത്തെ നമുക്ക് വിശകലനം ചെയ്യാം. ഉരുൾപൊട്ടലിന് പിന്നിലുള്ള ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ലാൻഡ്സ്ലൈഡ് എന്നാൽ ഒരു ചരിവിൽ നിന്ന് പാറ, മണ്ണ് അല്ലെങ്കിൽ മാസ് ഓഫ് എർത്ത് മെറ്റീരിയൽസിൻ്റെ ചലനമാണ്. ഇത് പെട്ടെന്നോ ദീർഘകാലത്തോടെയോ സംഭവിക്കാം. ഉരുൾപൊട്ടലിനെ അതിൻ്റെ ചലന രീതി അനുസരിച്ചും ടൈപ്പ് ഓഫ് ബോഡി അനുസരിച്ചും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നാം കണ്ടിട്ടുള്ള ഉരുൾപൊട്ടലെല്ലാം ഈ ടൈപ്പ് ഓഫ് ലാൻഡ്സ്ലൈഡ്സിൻ്റെ ഒരു കോംപ്ലക്സ് മിക്സ്ചർ ആവാൻ സാധ്യത ഏറെയാണ്, പ്രത്യേകിച്ച് കേരള റീജിയണിൽ. കുന്നിൻ്റെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ലാൻഡ്സ്ലൈഡിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ ചെരിവ് മണ്ണിൻ്റെയും പാറകളുടെയും സ്റ്റെബിലിറ്റിയെയും മൂവ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം മനസ്സിലാക്കേണ്ട ഒരു ഫീച്ചറാണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്നാൽ മണ്ണും പാറകളും സ്വാഭാവികമായി സ്വയം നിവർന്ന് സ്റ്റേബിളായി നിൽക്കുന്ന ചരിവിൻ്റെ പരമാവധി ആംഗിളാണ്. ആംഗിൾ ഓഫ് റീപോസ് ജിയോളജിയിലും ജിയോഗ്രഫിയിലുമുള്ള ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ്. അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ലൂസ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ലോപ്പിന് സ്റ്റേബിളായിരിക്കാൻ പറ്റുന്ന പരമാവധി ആംഗിൾ, അത് ഒരു കൂട്ടം മെറ്റീരിയൽസിൻ്റെ സ്ലോപ്പ് ആംഗിൾ അതിൻ്റെ ആംഗിൾ ഓഫ് റീപോസിലും കൂടുതലാവുമ്പോൾ മെറ്റീരിയൽസ് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുകയും അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുകയും അങ്ങനെ അത് അൺസ്റ്റേബിൾ ആവുകയും ചെയ്യും. ദെൻ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ലാൻഡ്സ്ലൈഡായി മാറും. ഓരോ മെറ്റീരിയൽസിനും വ്യത്യസ്ത ആംഗിൾ ഓഫ് റീപോസ് ആണുള്ളത്. അതായത് ഡ്രൈ സാൻഡ് ആണെങ്കിൽ അതിന് വെറ്റ് സാൻഡിനേക്കാൾ ആംഗിൾ ഓഫ് റീപോസ് കുറവായിരിക്കും. അതുപോലെ കോഴ്സ് മെറ്റീരിയൽസിന് ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസിനേക്കാൾ കൂടുതൽ ചെരിവിൽ സ്റ്റേബിളായി നിൽക്കുവാൻ കഴിയും. ഭൂരിപക്ഷ ലാൻഡ്സ്ലൈഡ്സും 25 മുതൽ 40 ഡിഗ്രി ചെരിവിലാണ് ഉണ്ടാവുന്നത്. ചെരിവിൻ്റെ ആംഗിൾ 30 ഡിഗ്രി മുകളിലേക്ക് പോകുമ്പോൾ ഭൂപ്രകൃതി വളരെയധികം അൺസ്റ്റേബിളാണ്. അതിനാൽ ഈ റേഞ്ചിൽ സ്ലോപ്പ് ആംഗിൾ വരുന്ന പ്രദേശങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും ആ പ്രദേശങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒരു പ്രദേശത്തെ മണ്ണെടുപ്പ് അല്ലെങ്കിൽ ഖനനം അവിടുത്തെ സ്ലോപ്പ് ആംഗിൾ കൂട്ടുകയാണെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞ് അത് ഡിസ്റ്റർബ്ഡായി കുത്തിയൊഴുകുന്നതിൻ്റെ സ്പീഡും ദൂരവും കൂടുന്നു. അതായത് ആംഗിൾ കൂടുന്നതിനൊപ്പം ലാൻഡ്സ്ലൈഡിൻ്റെ ആഘാതം കൂടുന്നു. സോ ലെറ്റ്സ് ഗോ ടു വയനാട്. മനുഷ്യ ഇടപെടലുകളും കാലാവസ്ഥ വ്യതിയാനവുമാണ് ഈ ദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ലാൻഡ്സ്കേപ്പിനെ ഇത്രയധികം ഡിസ്റ്റർബ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാവാം? 1980-കൾ മുതൽ പ്ലാന്റേഷന് വേണ്ടിയുള്ള വനനശീകരണം മലയോര പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ കണ്ടീഷനെ വളരെയധികം മാറ്റങ്ങൾ വരുത്തി. ഒരു മരം വെട്ടിയതിനു ശേഷം നിൽക്കുന്ന റൂട്ട് സിസ്റ്റം നശിക്കുമ്പോൾ അത് മണ്ണിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നു. ഇത് മണ്ണിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ ഇൻഫിൽട്രേറ്റ് അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുവാൻ കാരണമാകുന്നു. ഈ പ്രോസസ്സ് സോയിൽ സ്ട്രക്ചറിനെ ദുർബലമാക്കുന്നു. ഇതിനു പുറമെ അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ്, കെട്ടിട നിർമ്മാണങ്ങൾ, ഖനനം എന്നിവ ആ പ്രദേശത്തെ കൂടുതൽ അൺസ്റ്റേബിളാക്കി. ഖനനം എങ്ങനെയാവും പ്രശ്നം ആവുക? ഖനനത്തിൻ്റെ റിസൾട്ടായി സോയിൽ പൈപ്പിംഗ് എന്ന പ്രശ്നം ഉണ്ടാവുന്നു. ഖനനത്തിലൂടെ ഉണ്ടാവുന്ന ക്യാവിറ്റീസിൽ കൂടി വെള്ളം ഇറങ്ങുകയും കൂടുതൽ അണ്ടർഗ്രൗണ്ട് ചാനൽസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഖനനത്തിന് ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക ഡ്രെയിനേജ് പാറ്റേൺ അല്ലെങ്കിൽ നീരൊഴുക്കിനെ മാറ്റുവാൻ കഴിയും. നീരൊഴുക്കിൻ്റെ മാറ്റങ്ങൾ പ്രളയത്തിന് കാരണമാവാം. ഇതിനു പുറമെ മണലിപ്പ്, വെജിറ്റേഷൻ കുറയുന്നതെല്ലാം ലാൻഡ്സ്ലൈഡിൻ്റെ റിസ്ക് കൂട്ടുകയാണ്. പക്ഷേ എന്തുകൊണ്ടാവും ഉരുൾപൊട്ടൽ വർഷം തോറും വഷളായി വരുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നതല്ലേ? ഗ്യാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നു. 2011 ഗ്യാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തെ അനുബന്ധിച്ചുള്ള ആശങ്ക വ്യക്തമാക്കിയിരുന്നു. വയനാടിന് പുറമെ കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ ഭൂരിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗ്യാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗട്ട്സിനെ 3 പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ട്. എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, 2 and 3. ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1-ൽ വരുന്നതായിരുന്നു നമ്മുടെ വയനാട്. പരിസ്ഥിതി ലോല മേഖലകളിൽ കർശനമായി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിരുന്നു. വനനശീകരണം, ഖനനം, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ നിരോധിക്കുക, വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നുള്ള നദികളുടെയും ജലാശയങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക എന്നും നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൻ്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ പല എക്കോളജിക്കൽ ആൻഡ് വെതർ റിലേറ്റഡ് ഫാക്ടേഴ്സിനെ പശ്ചിമഘട്ടം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈർപ്പം നിറഞ്ഞ പടിഞ്ഞാറൻ മൺസൂൺ വിൻഡിന് തടസ്സമായി വെസ്റ്റേൺ ഗട്ട് പ്രവർത്തിച്ച്
പടിഞ്ഞാറൻ ഭാഗത്ത് മഴയ്ക്ക് കാരണമാകുന്നു. ഇത് കേരളത്തെ മറ്റു കിഴക്കൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി ഈർപ്പമുള്ളതാക്കുന്നു. മഴക്കാലത്ത് ജലം സഞ്ചരിക്കാൻ പാത അവിടെയുള്ള നദികളും വാട്ടർഫോൾസും നൽകുകയും വെള്ളത്തെ പല മാസമായി പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫ്ലഡ് റിസ്കിൽ നിന്നും സംരക്ഷിക്കുന്നു. വെസ്റ്റേൺ ഗാർഡ്സിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വനസമ്പത്ത് കനത്ത മഴയിലെ സോയിൽ ഇറോഷനും ലാൻഡ് സ്ലൈഡും തടയുന്നു. ഇന്ത്യൻ വെസ്റ്റേൺ കോസ്റ്റിന് പാരലായിട്ട് നിൽക്കുന്ന വെസ്റ്റേൺ ഗാർഡ് അറേബ്യൻ സീയിൽ നിന്ന് വരുന്ന സൈക്ലോണിക് വിൻസിന്റെ തീവ്രത കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് അതിന്റെ വേഗവും ഊർജവും കുറയ്ക്കുന്നു. കൊടുങ്കാറ്റിന്റെ ആഘാതവും കുറയ്ക്കുന്നു. ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള ചൂടുള്ള കാറ്റിനും തടസ്സമായി പ്രവർത്തിച്ച് കേരളത്തിന്റെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ പശ്ചിമഘട്ടം നിർണായകമാകുന്നു. വെസ്റ്റേൺ ഗാർഡിന്റെ സംരക്ഷണം കേരളത്തിന്റെ നിലനിൽപ്പിനെ എന്തുമാത്രം ബാധിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അതേസമയം വയനാട്ടിലുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം എന്തായിരുന്നു? കടലിലെ താപനില വർദ്ധിച്ചത് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മേൽ വലിയ അളവിൽ മേഘങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കി. അതേ തുടർന്നുണ്ടായ കനത്ത മഴ വയനാട്ടിലെ മണ്ണിനെ സാച്ചുറേറ്റഡ് ആക്കി ആംഗിൾ ഓഫ് റൂട്ട് കൂടുതലായുള്ള പ്രദേശങ്ങൾ ഡിസ്റ്റർബ്ഡായി അതൊരു ലാൻഡ് സ്ലൈഡായി തീർന്നു. വെസ്റ്റേൺ ഗാർഡിനെ സംരക്ഷിക്കേണ്ട ചുമതല പോലെ തന്നെ നമ്മുടെ വലിയൊരു ചുമതല ചൂണ്ടിക്കാണിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായി കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018-2019 വർഷങ്ങളിൽ ഉണ്ടായ കനത്ത മഴയും ഇതിന് ഉദാഹരണമാണ്. അൺസ്റ്റേബിൾ പ്രദേശങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിച്ചാൽ അവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പ്രളയവും ഉണ്ടാവാം. ഇതിനു പുറമെ വർദ്ധിക്കുന്ന താപനില കേരള തീരപ്രദേശങ്ങളിൽ നാശം വിധിക്കുന്ന ചുഴലിക്കാറ്റുകൾക്കും കാരണമാവാം. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കേന്ദ്ര സർക്കാർ പ്രാദേശിക സംസ്ഥാനങ്ങളുടെ സംയുക്തമായ ഇടപെടലുകൾ ആവശ്യമാണ്. പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഡിസ്റ്റർബ്ഡായ ഭൂപ്രദേശങ്ങൾ, എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്നിവിടങ്ങളിൽ ജനസാന്ദ്രത കൺട്രോളാവുന്നത് തന്നെയാണ് നല്ലത്. ജനസമൂഹത്തിൻ്റെ ബോധവൽക്കരണവും പങ്കാളിത്തവും മുന്നോട്ടുള്ള ഭാവിയിൽ വളരെ നിർണായകമായിരിക്കും. കാർബൺ ഉത്പാദനം കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിൽ നിന്നും വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കാം. ഇനിയും ഒരു ദുരന്തം നമുക്ക് താങ്ങാനാവുമോ?